നമുക്ക് എളുപ്പത്തിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 1 കിലോ ബർക്കത്ത് സിൽവർ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കഴുകി വാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ 3 തുടം വെളുത്തുള്ളി, 3-4 കഷ്ണം ഇഞ്ചി, 8-9 പച്ചമുളക് ചതച്ചെടുക്കുക, ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ഇത് ആരേനും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വിഭവമല്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ കളറുകളൊന്നും ഇതിൽ ചേർത്തിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു ബിരിയാണിയാണ് ഇത്. ഈ വിഭവങ്ങൾ നമ്മൾ ചതച്ചെടുക്കുക. എന്തൊക്കെ? ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ചതച്ച് മാറ്റി വയ്ക്കുക. ഇതിൽ നിന്ന് നമുക്ക് ബിരിയാണി അരിയിൽ ചോറ് വേവിക്കുന്നതിലേക്കും വേണം. പിന്നെ അതുപോലെ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്, അതായത് 2 കിലോ ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിലത്തെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ കുറച്ചിങ്ങനെ സ്ക്വയർ പീസുകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഈ നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ഒരു 2 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളറൊന്നും ചേർക്കണില്ല, അപ്പോൾ ഒരു കളറും ഉണ്ടായിക്കോട്ടെ, ഒരു എരിവും കുറച്ച് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഒന്നല്ല, സാധാരണ ചില്ലിയാണ്. അതുപോലെ ഇതാ കുറച്ച് തൈര് ഞാൻ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലൊന്ന് അടിച്ചു. അപ്പോൾ അതെന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായി. പക്ഷേ നല്ല പുളിയുള്ള തൈരായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇത് തിരുമ്മി നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനിടയിൽ നമ്മുടെ ബിരിയാണി പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇത് പൊരിച്ചെടുക്കാനും സാധിക്കും. എല്ലാ വിഭവങ്ങളും അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു പണിക്ക് നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം എളുപ്പമാണ്. അതായത് എല്ലാതും ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചു, അതുപോലെ ചിക്കൻ കഴുകി വെച്ചു, അതുപോലെ അരി കഴുകി അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ അരി വാറ്റി വെക്കുന്നുണ്ട്. അതായത് വെള്ളം കളയാൻ വെക്കുക എന്നാണ്. നിങ്ങളുടെ അവിടെ എന്താ ഭാഷ ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിയില്ല. വെള്ളം കളയാനായിട്ട് ഇങ്ങനെ ഊറ്റി വെക്കില്ലേ ഒരു അരിപ്പ പാത്രത്തിൽ, അതാണ്. പിന്നെ 2 സവാള, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലിൽ 2 സവാള വറുത്ത് കോരുക. കുറേശ്ശെയായിട്ട് വറുത്ത് കോരുകയൊക്കെ ചെയ്യാം. ഞാൻ 2 സവാള കൂടിയിട്ട് അങ്ങനെ നീളന അരിഞ്ഞത്, അങ്ങനെ അതിൽ എല്ലാം കൂടിയിട്ടിട്ട് വറുത്ത് കോരി മാറ്റുകയാണ് ചെയ്തത്. ഈ വെളിച്ചെണ്ണയല്ല, ഇത് സൺഫ്ലവർ ഓയിലാണ്. ഒന്നും വേസ്റ്റ് ആവണില്ല കേട്ടോ, കാണിച്ചു തരാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മളതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. സവാള വറുക്കാൻ വെക്കുക. അപ്പോൾ നമ്മൾ എല്ലാതും സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുക. അതായത് ഈ വറുത്ത് ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും മാറ്റി വെക്കുക. അതുപോലെ ചിക്കനിലേക്കുള്ള ചിക്കൻ മസാലയിലേക്കുള്ള സവാള മാറ്റി വെക്കുക. അതൊരു 6 സവാളയാണ് അവിടെ നന്നാക്കി വെച്ചിട്ടുള്ളത്. ഇത് 2 ഇത് വറുത്ത് കോരി വെക്കുക. എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇടുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്കപ്പോൾ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗമ്മേ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കനുള്ള പരിപാടികൾ, ചിക്കൻ്റെ മസാലയുടെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞാൽ ഓഫാക്കാതെ തന്നെ വേഗം അടുത്തടുത്ത പണികൾ നോക്കുക. അതിപ്പോൾ നമ്മൾ കാലത്ത് അടുക്കളയിൽ ചെയ്യുമ്പോഴാണെച്ചാലും അങ്ങനെ തന്നെയാണല്ലോ. ഓരോന്നോരോന്ന് അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് തുടങ്ങുക. അപ്പോൾ നമുക്ക് വേഗം വെക്കാനും ഗ്യാസ് ലാഭിക്കാനും അത് എളുപ്പമാവും. ഇനി ഞാൻ 2 ലിറ്ററിൻ്റെ കുക്കറിലാണ് ചിക്കൻ വെക്കണത്. ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ, അതിലൊരു സ്പൂണ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനും ഇതിലിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് ചൂടായാൽ മതി, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അല്ലാതെ അത് മൊരിയാനോ പച്ചമണം മാറാനോ അങ്ങനത്തെ ഒന്നും നിൽക്കണ്ട. വേഗം തന്നെ ചെയ്യാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ബിരിയാണിയാണ് ഇത്. ഏകദേശം ഒരു അരമണിക്കൂർ, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ, അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബിരിയാണി സെറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ, അതായത് സൺഫ്ലവർ ഓയിലാണ്, അത് ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് വഴറ്റുക.
വഴന്നതിന് ശേഷം 6 സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചേർത്ത് യോജിപ്പിക്കുക. സവാള പെട്ടെന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ട വിദ്യയൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനിതിൻ്റെ ഒപ്പം ഇങ്ങനെ പറയുകയാണ്. കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കുക. ഉപ്പ് ഇടുമ്പോൾ കുറച്ച് മുന്തി നിൽക്കുന്ന തരത്തിൽ ഉപ്പിടുക. കാരണം നമ്മൾക്ക് ഇനി ഇതിൽ എന്തൊക്കെ ചേർക്കാനുണ്ട്, തക്കാളി ചേർക്കാനുണ്ട്, അതുപോലെ മാറ്റി വെച്ച് കഴുകി വാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാനുണ്ട്, തൈര് ചേർക്കാനുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിടുക. ഉപ്പ് പാകത്തിൻ്റെ കുറച്ച് മുകളിലായിട്ടിടുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാള വറന്ന് വരുന്നത് അതും ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആവണം. അതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലാണ് നമ്മളിത് ചെയ്യണത്. അതിലേക്ക് ഒരു 1-2 സ്പൂണോളം മല്ലിപ്പൊടി ഇടുക. 2 സ്പൂൺ ഇട്ടാൽ മതി മല്ലിപ്പൊടി. അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 4 തക്കാളി സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കുക. അപ്പോൾ എത്ര സവാള ചേർത്തത്? 6 സവാള അരിഞ്ഞത് ചേർത്തു, ഒരു 4 തക്കാളി ചേർത്തു. പിന്നെ ഇനി അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാല പൊടി ചേർക്കുക. 2 സ്പൂണോളം ഗരം മസാല പൊടി ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ തൈര് ചേർക്കുക. തൈര് ചേർത്താലാണ് ബിരിയാണിക്ക് ആ ഒരു ബിരിയാണി മണം വരുള്ളൂ. നമ്മൾ ഒരു എസൻസും നമ്മൾ ചേർക്കണില്ല. നമ്മൾ വീട്ടിൽ കിട്ടാവുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചും കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഭവമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആരെയും കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഞാനിതിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഞാനിതിൽ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഒരു പകുതി ചിക്കന്, പകുതി എല്ലാവരും 3/4 ഭാഗത്തോളം ചിക്കൻ അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാല എല്ലാവരും പിടിക്കത്തക്ക വിധം ചേർത്തതിന് ശേഷമാണ് ബാക്കി ചിക്കനും കൂടി ഇട്ടിട്ട് യോജിപ്പിച്ച് ഒരു വിസിലാണ് വരുത്തേണ്ടത്. ഒറ്റ വിസിൽ, വെള്ളമൊന്നും ചേർക്കരുത്. ഒറ്റ വിസിൽ ചേർത്തി കഴിഞ്ഞാൽ തന്നെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അതുപോലെ നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഉപ്പ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ ഒരു പൊടി മുന്തി നിൽക്കുന്ന തരത്തിൽ ഉപ്പിടുക. എന്നാലാണ് ചിക്കനിലേക്കൊക്കെ പാകമായിട്ട് വരുള്ളൂ. എന്നിട്ട് അതൊരു വിസിൽ വരട്ടെ, അവിടെ ഇരിക്കട്ടെ. ഒന്ന് സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ വെച്ചു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പും എല്ലാതും ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവുക. പിന്നെ നമ്മുടെ സവാള വറുത്ത് കോരിയിട്ടുള്ള ആ സൺഫ്ലവർ ഓയിലില്ലേ, ആ ഓയിലിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുക്കുക. കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇവിടെ മക്കൾക്ക് ഉണക്കമുന്തിരി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അതുപോലെ ചിലർ പൈനാപ്പിളൊക്കെ നുറുക്കിയിട്ട് അതൊക്കെ ഇടും. അതൊന്നും മക്കൾക്ക് അത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം. ചിലർ എസൻസ് ചേർക്കുന്നവരുണ്ട്. നമ്മൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടാവുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് കഴിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് അരിക്കായിട്ട് വെള്ളം വെച്ചു. 3 നാഴിയുടെ കല്ലാണ് ഇത്. ഇതിൽ നമ്മൾ 1 കിലോ റൈസാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് കഴുകിയിട്ട് വാറ്റി വെച്ചിട്ടുണ്ട്. ആ അരിയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതെന്ന് കുറച്ച് 1 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ, അത് ചേർത്തി. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂണോളം പെരിഞ്ജീരകം ചേർക്കുക. പിന്നെ കറുകപ്പട്ട, വയനയില, ഒരു 4-5 ഗ്രാമ്പു, ഒരു 4 ഏലക്കായ, 1 സ്പൂൺ കുരുമുളക്, ഇത്രയും ചേർക്കുക. എന്തൊക്കെയാണ് ചേർത്തിയത്? 5 വിഭവങ്ങളാണ് ചേർക്കേണ്ടത്. എന്തൊക്കെയാ? ഒരു പെരിഞ്ജീരകം, കുരുമുളക്, ഏലക്കായ, കറുകപ്പട്ട, ഗ്രാമ്പു,
കൂടാതെ വയനയില ഉണ്ടെങ്കിൽ ഇടുക. നമ്മൾ പാക്കറ്റ് മസാല പാക്കറ്റ് വാങ്ങില്ലേ, പൊടിക്കാത്ത മസാല പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ വയനയില കിട്ടും, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ ഇത് മല്ലിച്ചപ്പിൻ്റെ ഇല, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മല്ലിച്ചപ്പിൻ്റെ ഇലയാണ്. കടയിൽ നിന്ന് മല്ലിച്ചപ്പിൻ്റെ ഇല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ ഞാനിനി പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കാം. കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മല്ലിച്ചപ്പ് എന്ന് പറയുന്നുണ്ട് ചിലർ, ഇതിനെ മലേഷ്യൻ മല്ലിച്ചപ്പ് എന്ന് പറയുന്നുണ്ട്. ഞാൻ സാമ്പാറിലും രസത്തിലും അതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇല പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇനി അതിൽ നമ്മളുണ്ടല്ലോ ഈ മല്ലിച്ചപ്പിൻ്റെ ഇല കുറച്ച് ചേർത്തു. പിന്നെ കൂടാതെ ഒരു സ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ട സവാള വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്തിട്ടുള്ള ആ എണ്ണ നമ്മൾ ഈ റൈസ് വേവിക്കുന്ന വെള്ളത്തിൽ ചേർത്തി. അതും പിന്നെ ഒരു പൊടി കൂടി നിൽക്കുന്ന തരത്തിൽ ഉപ്പ് നമ്മൾ തൊട്ട് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ഒരു പൊടി മുന്തി നിൽക്കുന്ന തരത്തിൽ വേണം വെള്ളത്തിലിടാനായിട്ട്. എന്നാലാണ് അരി വേവുമ്പോൾ കറക്റ്റ് അത് അരിക്ക് ഉപ്പ് പാകാവുള്ളൂ, ചോറിന് ഉപ്പ് പാകാവുള്ളൂ. ഓക്കെ. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടി ഇളക്കിയിട്ട് അരി ചേർക്കുക. അതായത് അരി കഴുകി കുതിർത്ത് വാറ്റി വെച്ചിരുന്നതിലേക്ക് ആ അരി എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ കളറിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കളറൊന്നും ചേർക്കണില്ല, ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറുകളൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് നമ്മൾ ചേർക്കണത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർത്തത്. നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള മഞ്ഞപ്പൊടിയാണ്. ആ മഞ്ഞപ്പൊടിയാണ് ചേർത്തിയത്. എന്നിട്ട് ഇളക്കി അടച്ചു മൂടി സ്ലോവിലാക്കിയിട്ടിട്ട് വേവിക്കുക. വേവുമ്പോൾ ഈ റൈസ് പൊന്തി വരും. അതായത് അപ്പം നമുക്കത് എടുത്ത് നോക്കുമ്പോൾ ഒരു പകുതി വേവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ചോറെടുത്തിട്ട് ആ റൈസ് എടുത്ത് നമ്മൾ വാർത്ത് വെക്കുകയാണ് ചെയ്യുക. അരി വാർത്ത് വെക്കുന്ന പാത്രത്തിൽ വാർത്ത് വെക്കുക. ഇതിങ്ങനെ ആയി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വിസിൽ വന്നു. പിന്നെ നമ്മുടെ അരി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വെന്ത് പൊന്തി വരുമെന്ന്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ വേവ് ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ആ ചോറെടുത്തിട്ട് വാർത്ത് വയ്ക്കുക. ഞാൻ വാർത്ത് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ചിലർ ഇങ്ങനെ ഊറ്റണവരുണ്ടായിരിക്കും. ചിലർ ഇങ്ങനെ അരിപ്പ പാത്രത്തിൽ ഇങ്ങനെ 2-3 പാത്രങ്ങളിലായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നവരുണ്ടായിരിക്കും. ഞാനിതുകൊണ്ട് വാർത്ത് വയ്ക്കും. എനിക്ക് കുറച്ച് എളുപ്പപ്പണി നോക്കൽ കുറച്ച് കൂടുതലാണ്. ഇനി നമുക്കതിൻ്റെ ഇടയിൽ അതൊക്കെ പാകാവുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ കുക്കർ വിസിൽ വിടുകയൊക്കെ വേണ്ട. അതിൻ്റെ ഇടയിൽ നമുക്ക് സർലാസ് അല്ലെങ്കിൽ കച്ചമ്പർ അല്ലെങ്കിൽ സലാഡ് എന്നൊക്കെ പറയാം. കുറച്ച് ഒരു 2 ക്യാരറ്റാണ് ഞാൻ എടുത്തത്. അത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ കുറച്ചാണ് നമ്മൾ സലാഡിന് വേണ്ടിയിട്ട് എടുത്തത്. അതിലേക്ക് പിന്നെ 2 സവാള, കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല, നമ്മുടെ മലേഷ്യൻ മല്ലിച്ചപ്പില്ലേ ആ ഇല ഒരു 2-3 എണ്ണം നുറുക്കി വെച്ചതൊന്ന് കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ഒരെണ്ണം. അധികം എരിവൊന്നും ഇവിടെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് പച്ചമുളക്. ചിലർ സവാള മറ്റേ തക്കാളിയൊക്കെ ഇടും. തക്കാളിയൊന്നും ഇട്ടില്ല. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് തൈര് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മിക്സിയിലൊന്നും അടിക്കണ്ട കേട്ടോ. ശരിക്കും ആ തൈര് തന്നെ ഒന്നിങ്ങനെ കട്ട ഉടച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു. ഞാനത് മിക്സിയിലടിച്ചു. നല്ല പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. പുളി നോക്കിയിട്ട് തൈര് ഒഴിക്കുക. നമ്മുടെ പാകത്തിനായിട്ടുള്ളതായിട്ട് ഒഴിക്കുക. കട്ട തൈരാണ് കൂടുതൽ സർലാസിന് ടേസ്റ്റ്. ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കട്ടത്തൈരാണ് ലുക്ക്. ടേസ്റ്റ് വൈസ് രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ ലുക്ക് കട്ടത്തൈരാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിഭവം ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ ചെറു ചൂടിലാക്കിയിട്ട് വെക്കുക. ഇത് 2 കിലോൻ്റെ ബിരിയാണി പോട്ടാണ്. വെള്ളമുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കുമ്പോൾ അത് തുടച്ച് എനിക്കതൊരു ശീലമായി. ആ വെള്ളം ഒന്നിങ്ങനെ തുടച്ചതിന് ശേഷമാണ് അങ്ങനെ വെക്കുക. അതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് നമ്മൾ ദോശയൊക്കെ ഇതാക്കണ എണ്ണ തടവുന്ന സ്പൂണില്ലേ, സിലിക്കോൺ സ്പൂണ്, അത് ഉപയോഗിച്ചിട്ടൊന്ന് തടവിയിട്ട് എല്ലാവിടെയും ആക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് തോന്നും വെള്ളം കൂടുതലാണെന്നൊക്കെ തോന്നും. അത് നമ്മൾ ദമ്മിടുമ്പോൾ ആ വെള്ളം പാകമായിക്കോളും. ആ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ എടുത്തതിലേക്ക് കൊട്ടുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അതൊന്നിങ്ങനെ പരത്തി പാകാക്കിയിട്ട് വെക്കുക. അതിന് ശേഷം നമ്മുടെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചോറ് വാർത്ത് വെച്ചത് എടുത്ത് ഇതിൻ്റെ മേലെ കുറേശ്ശെ ആയിട്ട് ഇടുക.
വല്ലാതെ കുത്തി അമർത്തിയിട്ടൊന്നും ഇടരുത്. ഇട്ടിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അടർത്തി വെക്കാനാണ് പാടുള്ളൂ. ഇങ്ങനെ ഇത്തിരി കൂടി വലിയ പാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ പാകാക്കിയിട്ട് ഇടാനും പറ്റും. ഏകദേശം ഒരു പകുതിയോളം ആദ്യം ഇങ്ങനെ പരത്തുക. അമർത്തരുത് കേട്ടോ. അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അമർത്തരുത്. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വെതറിയിട്ട് കയ്യിലുകൊണ്ട് തന്നെ ആ ചട്ടുകം കൊണ്ട് തന്നെ അങ്ങനെ സെറ്റാക്കിയിട്ട് പാകത്തിനാക്കുക. പിന്നെ അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാനുള്ള വിഭവങ്ങൾ ഞാൻ നേരത്തെ ക്യാരറ്റൊക്കെ സർലാസിലേക്ക് നന്നാക്കിയപ്പോൾ അതിൽ കുറച്ച് ക്യാരറ്റും ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലിച്ചെപ്പ് അല്ലെങ്കിൽ മലേഷ്യൻ മല്ലിച്ചെപ്പ് അതും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സവാള വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇങ്ങനെ ഇടുക. പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെതറുക. കുറച്ച് ഇട്ട് അതൊന്നും കൂടരുത്, അത് കുറച്ച് വെതറുക. പിന്നെ നെയ്യ് കുറേശ്ശെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ഇടുക. പിന്നെ ബാക്കിയുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ ഈ എല്ലാ ഗാർണിഷ് ചെയ്യാനുള്ള എല്ലാതും കൂടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇടാം. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ചേർക്കാം? പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ എസൻസ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, കളറ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചോറ് വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചില്ല, വെള്ള ചോറായിട്ട് തന്നെയാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കളറ് ചേർക്കേണ്ടവർക്ക് ഇത് കളറ് ചേർത്തിട്ട് ചേർക്കാം. അതല്ല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈരില്ലേ, തൈരെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ ചേർത്തി കഴിഞ്ഞാലും ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ മഞ്ഞ കളർ കാണുന്ന തരത്തിലായിട്ട് ഒന്നുകൂടി ഒരു വെറൈറ്റി കളറൊക്കെ വരും. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഗാർണിഷ് ചെയ്യണ നേരത്ത് ചേർക്കാവുന്നതാണ്. ചില ദിവസം ഞാൻ വെള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാറുള്ളത്, ചിലപ്പോൾ ഞാൻ മിക്സായിട്ട് ഇങ്ങനെ പല കളർ വരുന്ന തരത്തിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാറുള്ളത്. കളറൊന്നും ചേർക്കാറില്ല. ഈ ഉള്ള വിഭവങ്ങൾ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രം ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുള്ളൂ. എസൻസും ഞാൻ ചേർക്കാറില്ല. പിന്നെ അത് ഒരു 20 മിനിറ്റാണ് അത് ദമ്മിട്ട് വെക്കേണ്ടത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ചിക്കൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ വറുക്കണത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അത് സൺഫ്ലവർ ഓയിലല്ല, വെളിച്ചെണ്ണയിലാണ് വറുക്കണത്. ഇത് അഗാരോൻ്റെ ഗ്ലാസ് ഡിസ്പെൻസറാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ. അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ അതിൽ കൊടുക്കാം. അതുപോലെ ഒരു വുഡിൻ്റെ സ്പൂണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഈ മഞ്ഞപ്പൊടിയിലൊക്കെ വേറെ സ്റ്റീലിൻ്റെയൊക്കെ സ്പൂൺ ഇടുമ്പോൾ അതുപോലെ ഒരു കളർ വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. ഇതിടുമ്പോൾ അതൊന്നും കാണാനില്ല. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയില്ലേ, കറിവേപ്പിൻ്റെ ഇല ഒന്ന് ചൂടായപ്പോൾ ഒന്നിങ്ങനെ വെതറി ഇട്ടു. അതിന് ശേഷമാണ് ആ ചിക്കൻ വറുത്ത് കോരാനുള്ളത് ഇട്ടത്. ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. ഇതിൽ തന്നെ നമുക്ക് വറുത്ത് മറിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ അടർത്തിയിട്ട് കഴിക്കുമ്പോൾ എടുക്കാം തരത്തിൽ ആക്കിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വിഭവം ഉണ്ടാക്കുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴല്ല, അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും നല്ല രുചികരാവുക എന്നാണ് എനിക്ക് തോന്നണത്. ഇഷ്ടപ്പെട്ട് ചെയ്യുക, എന്ത് കാര്യം ചെയ്യുകയാണെന്ന് വെച്ചാലും കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഓരോ വിഭവങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. അതെല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണല്ലോ. കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ, നമ്മുടെ സ്നേഹം കൂടിയും അതിൽ അലിഞ്ഞു ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് എന്ത് വിഭവം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലും നമ്മൾ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കി തന്നാൽ കൂടിയിട്ട് നമ്മൾ പറയില്ല, വീട്ടിൽ ചെല്ലാനായിട്ട് കൊതിയാവണം, എൻ്റെ വീട്ടിൽ പോകാൻ കൊതിയാവണം. എന്താ വെച്ച് കഴിഞ്ഞാൽ
അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു ചമ്മന്തി ആണെങ്കിൽ കൂടിയിട്ട് അതിന് വരെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവങ്ങൾക്കൊപ്പം അവർ സ്നേഹം കൂടിയും ചാലിച്ചിട്ട്, സ്നേഹവും കരുതലും കൂടിയും ചാലിച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അവർ മാത്രമല്ല, നമ്മളും നമ്മുടെ മക്കൾക്ക് നമ്മളുണ്ടാക്കുന്ന ഫുഡായിരിക്കും ഏറ്റവും ഇഷ്ടമുണ്ടായിരിക്കുക. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു സ്നേഹം കൂടിയും അതിൽ അലിയിച്ചിട്ടാണ്, ആ കരുതലും എല്ലാം അലിയിച്ചിട്ടാണ് മക്കൾക്ക് കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ എല്ലാവരും കുറച്ച് ലെങ്ത്തൊക്കെ ഉള്ള വീഡിയോ ആണ്, എന്തായാലും എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വിഭവം തന്നെയാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് രസം കുടിക്കാറുണ്ട് ചിലവർ. അപ്പോൾ എന്തായാലും രസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രസത്തിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ പറഞ്ഞിട്ടില്ല. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയുക, ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇത്ര നേരം കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഓൾ.